പ്രതികൂല വാസനാസ് അത് എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം തരുന്ന മുജ്ജന്മ കർമ്മത്തിൽ നിന്ന് നമുക്ക് വിമോചനം തരുന്ന ഹോമമാണ്. ഈ ഹോമത്തിൽ നമുക്ക് 64 വിധമായ കർമ്മങ്ങളുണ്ട്. അത് എല്ലാത്തിൽ നിന്ന് മോചനം തരുന്ന ഇതുവരെ ഹോമത്തിൽ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചോ അത് എല്ലാത്തിൻ്റെ ദിഗ്വിജയം ഇന്ന് നമുക്ക് ഈ ഹോമത്തിൽ ലഭിക്കാൻ പോകുന്നു. സോ എല്ലാവരും ഈ ഹോമത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പം നമ്മൾ ചെയ്ത എല്ലാ ഹോമത്തിൻ്റെ പ്രതിഫലങ്ങളും നമുക്ക് ഈ ഹോമത്തിൽ വിജയമായിട്ട് കിട്ടാൻ പോകുന്നു. സോ ഈ ഹോമത്തിൽ മഹിഷാസുരമർദിനി ദേവി നമുക്കുള്ളിലുള്ള ദക്ഷനായ ഈഗോ അഹങ്കാരത്തിന് ഇല്ലാതാക്കി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ദിഗ്വിജയം ആ ഒരു ശക്തിനെ ഉണർത്തിവിടാൻ പോകുന്നു. ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം, ധൈര്യം അത് അമ്മ ഇന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് തരും. 2 അത്ഭുതങ്ങൾ കണ്ടിട്ട് മുന്നോട്ട് പോകാം. ഒരു 2 ഫാമിലി ഉണ്ടായിരുന്നു. ഏത് കാര്യങ്ങൾ ചെയ്താലും അവരുടെ ഫാമിലിയിലെല്ലാം ഒരുമിച്ചാണ് ചെയ്യും. അപ്പോൾ അതിൽ ഒരു ഫ്രണ്ട് തീരുമാനം എടുത്തു, നമുക്ക് കുറച്ച് സ്ഥലം മേടിക്കാം എന്ന് തീരുമാനം എടുത്തു. മറ്റേ ഫ്രണ്ടുക്കും നമ്മൾക്ക് സ്ഥലം വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അവർക്ക് ആവശ്യത്തിനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതിനെന്താ നീ ലോൺ എടുക്ക് എന്ന് പറഞ്ഞു. ലോൺ എടുത്തു. ലോൺ എടുത്ത സമയത്ത് ഇവരാണ് ഷുറിറ്റി സിഗ്നേച്ചർ ചെയ്തു കൊടുത്തതിന് ശേഷം സ്ഥലം എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പൈസ അടയ്ക്കാനായിട്ട് ഈ ഫ്രണ്ട് ഒരു ശ്രമവും എടുക്കുന്നില്ല. സോ എല്ലാത്തിനും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഇവർക്കത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല, അവർ വെക്കേഷനിക്ക് പോകുന്നുണ്ട്, കാർ മേടിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി വളരെ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നുണ്ട്. ഞാനൊന്നും അടയ്ക്കാൻ തയ്യാറല്ല എന്ന മട്ടിൽ. ഫ്രണ്ടിൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഞാൻ അടയ്ക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാം കൂടിയിട്ട് ഒരു അറ്റാക്ക് വന്ന് അവർ മരിച്ചു. അവരുടെ ഭാര്യയ്ക്ക് ഇത് താങ്ങാനേ പറ്റിയില്ല. ഇപ്പോൾ ഇന്ന് എൻ്റെ ഭർത്താവ് മരിച്ചതിന് കാരണം ഇവരാണ്. ആ കുടുംബത്തിനോട് ഒരു ശത്രുത അതിനുശേഷം അവരോട് മിണ്ടുമില്ല. എന്നാലും അവർക്കുള്ളിൽ ഈ ഒരു ചോദ്യം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇത് സംഭവിച്ച്. ആ ഒരു സങ്കടത്തിൽ ഇതെല്ലാം ഉള്ളിൽ ചേർത്ത് ഇവർക്ക് ആർത്രൈറ്റിസ് വന്നിട്ട് എല്ലാ അസുഖങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ധർമ്മത്തിൽ വന്നത്. ഈ ധർമ്മത്തിൽ വന്ന ഉടനെ ഇവർക്ക് ചോദ്യം, എന്തുകൊണ്ട് എൻ്റെ ഭർത്താവിക്ക് ഇങ്ങനെ സംഭവിച്ചു, എൻ്റെ ഈ അസുഖത്തിനുള്ള കാരണം എനിക്ക് അറിഞ്ഞിരിക്കണം എന്നായിരുന്നു. അങ്ങനെ അവർ പ്രോസസ്സിൽ പങ്കെടുത്ത സമയത്ത് ശ്രീ അമ്മ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തത് പൂർവ്വജന്മത്തിൽ ഇവർ ഇപ്പോൾ 2 ഫ്രണ്ട്സും 2 ബ്രദേഴ്സായിരുന്നു. അതിൽ മൂത്ത ആള് ശരിക്കും ഫ്രണ്ടായിരുന്നു, ഈ ഇളയ ആള് ഇവരുടെ ഹസ്ബൻഡായിരുന്നു. സോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ മരിച്ച സമയത്ത് മൂത്ത ആളെടുത്ത് പറഞ്ഞ് 2 പേരും പകുതി എല്ലാം എടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഇവർ ചെറിയ കുട്ടിയായിരുന്നത് കൊണ്ട് പിന്നീട് തരാം എന്ന് അവർ പറഞ്ഞിരുന്നു. കുറച്ച് വലുതായതിനു ശേഷം അത്യാഗ്രഹം, സോ അവരുടെ ഇളയ സഹോദരനെ പറ്റിച്ചു. ആ പറ്റിച്ചത് കാരണം അവർ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് കുറേ സ്ഥലത്ത് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രശ്നം കാരണം അവരെന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്ത് മരിച്ചു. സോ ഈ മൂത്ത ആൾ വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇപ്പോൾ ശരിക്കും ഈ ജന്മത്തിൽ അതങ്ങനെ ഉൾട്ടായി. അതായത് അവരുടെ അഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ ആ ഇളയ സഹോദരൻ ഇപ്പോൾ ഫ്രണ്ടായിട്ട് വന്നു. അങ്ങനെ പറ്റിച്ച് അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുമായിരുന്നു. ആ മൂത്ത സഹോദരൻ ഇപ്പോൾ അവരുടെ മറ്റേ ഒരു ഫ്രണ്ടായിരുന്നു, അവരാണ് മരിച്ചത്. സോ അവർക്കത് മനസ്സിലായി, അവരുടെ ഭാര്യ ഇത് കണ്ടപ്പോൾ. സോ ആ ഒരു കർമ്മമാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവ് അനുഭവിച്ചത്. ഇത് ഞാൻ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി അവർക്ക് മാപ്പ് കൊടുത്തു.
മാപ്പ് കൊടുത്ത് അവർ വന്ന് അതെല്ലാം മാറിക്കിട്ടാനായിട്ട് ഹോമത്തിൽ വന്ന് പങ്കെടുത്തു. ഹോമത്തിൽ പങ്കെടുത്ത് ചെന്നതിന് ശേഷം ഒരു അത്ഭുതം, ആ ഫ്രണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് എല്ലാ കടവും തീർത്തു. അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. വീണ്ടും അവർക്ക് ആ ശത്രുതമാർ രണ്ടുപേരും വളരെ ഹാപ്പിയായി. ആ അഗ്രിമെൻ്റ് അതോട് ആ കർമ്മം അമ്മ തീർത്തു തന്നു. അതുപോലെ നമുക്ക് നമ്മളുടെ പല വിഷയത്തിലും കാരണങ്ങൾ അറിയില്ല. ചിലപ്പോൾ അത് റൂട്ട് കോസ് ആയിരിക്കും, ചിലപ്പോൾ ഇമ്മീഡിയറ്റ് കോസ് ആയിരിക്കും. അതെല്ലാം തീർത്ത് എല്ലാ വിമോചനവും തരുന്ന ഹോമമാണ് ഈ ഹോമം. അതുമാത്രമല്ല, ഈ ഹോമത്തിൽ നമ്മളുടെ എല്ലാ വിജയത്തിനും കാരണമാണ് പിതൃക്കളുടെ ആശീർവാദം. അവരുടെ ശാപമുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഫാമിലി ഇവിടെ ഹോമത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അവരുടെ മകൾ വളരെ നല്ല കല്യാണമൊക്കെ കഴിഞ്ഞു, നല്ല കുട്ടിയൊക്കെ, ചെറിയ കുഞ്ഞ് ജനിച്ചു, നല്ല ജോലിക്കൊക്കെ പോയിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്തോ തന്നെ സംസാരിക്കാൻ തുടങ്ങി, ആരോടും മിണ്ടുമില്ല, കുട്ടീനെ എടുക്കില്ല. പേരൻസിന് അത് ഭയങ്കര ഒരു വേവലാതിയായി. എന്തായി, എൻ്റെ മോൾക്ക് എന്ത് പറ്റി? പല സ്ഥലത്തും പോയി, കാരണം അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കുട്ടി അപ്പൂപ്പണ്ണ് മാത്രം പറയും. ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു ദിവസം ഇവർ അമ്മമ്മകളുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അവർ കാണുന്നുണ്ട് അവരുടെ അച്ഛൻ ഡൈനിങ് ടേബിളിനടുത്ത് കസരയിൽ ഇരിക്കുന്നത്. പെട്ടെന്ന് അവർ ഓർത്ത്, ആ സമയത്ത് അവരുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞാനാണ് ഇവൾക്ക് ഈ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൂപ്പനും ഈ കുട്ടിയും ഭയങ്കര ക്ലോസ് ആണ്. ഈ കുട്ടി ഈ പയ്യനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. അത് അച്ഛനറിഞ്ഞ വിഷമമാകുമെന്ന് പറഞ്ഞ് അവരുടെ അമ്മ പറഞ്ഞിട്ടില്ല. അതേപോലെ അവരുടെ അച്ഛൻ മരിച്ച സമയത്ത് ഈ കുട്ടിയെടുത്തും അത് പറഞ്ഞിട്ടില്ല. സോ അങ്ങനെ റിലേറ്റീവ്സ് അറിയുമെന്ന് പറഞ്ഞു. ഒളിച്ചു വെച്ചത് ഇവർക്ക് വിഷമമായി, ആത്മാവ് ശാന്തി ആയിട്ടില്ല. എൻ്റെ കൊച്ചുമോളെടുത്ത് ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ല. സോ ആത്മാവ് ശാന്തി ആകാത്തത് കൊണ്ട് ഇവർക്ക് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഉടനെ വന്ന് ഹോമത്തിൽ പിതൃശാന്തി ഹോമം ചെയ്തതിന് ശേഷം ആ കുട്ടി പഴയതുപോലെ നോർമലായി, എല്ലാ ബ്ലെസ്സിങ്സും കൂടി ഇപ്പോൾ സന്തോഷമായിരുന്നു. കാരണം അവരുടെ അച്ഛനക്ക് അവിടെ മോക്ഷം കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളുടെ വിജയത്തിന് ചില തടസ്സങ്ങൾ പിതൃക്കളുടെ ആശീർവാദം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവരും കൈകൾ നമസ്കാര മുദ്രയിൽ വെച്ച് പ്രാർത്ഥിക്കുക. നമ്മളുടെ ഹോമത്തിൻ്റെ സമ്പൂർണ്ണ ദിഗ്വിജയം ഈ ഹോമത്തിൽ നമുക്ക് കിട്ടണം. എല്ലാ പ്രശ്നങ്ങളും എല്ലാ ദോഷങ്ങളും നമുക്ക് മാറി എല്ലാ കർമ്മത്തിൽ നിന്നും വിമോചനം കിട്ടി നമുക്ക് ആവശ്യത്തിനുള്ള പുണ്യം ഈ ഹോമത്തിൽ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുക. पद्मावती नमस्तुभ्यं वरदे कामरूपिणी यज्ञारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा ॐ हरिः ॐ हरिः ॐ हरिक्रमः नमो ब्रह्मणे नमस्ते वायु त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यानं सर्वविघ्नोपशान्तये तदेव लग्नं सुदिनं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं दैवबलं तदेव लक्ष्मीपदे देवी युगस्वरामे यत्र योगीश्वर कृष्णो यत्र पार्थो नरोत्तरः तत्र श्रीहरियो भूते ध्रुवान्विते हरे नमः स्मृते सकलकल्याणं भावनं यत्र जायते पुरुषतमजं नित्यं व्रजामि शरणं हरे सर्वदा सर्वकार्येषु नास्ति तेषां मङ्गलं येषां हृदिस्थो भगवान् मङ्गलायतः हरे लाभस्तेषां जयस्तेषां मृगस्तेषां पराभवः येषां विदेवदर्शामो हृदयस्थो जनार्दनः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणी नमोस्तुते ॐ श्रीलक्ष्मीनारायणाभ्यां नमः उमामहेश्वराभ्यां नमः वाणीहिरण्यगर्भाभ्यां नमः सचीपुरन्दराभ्यां नमः अरुन्धती वसिष्ठाभ्यां नमः इंद्रदृष्टदिक्पालकदेवताभ्यो नमः आदित्यादिनवग्रहदेवताभ्यो नमः क्षेत्राधिष्ठानदेवताभ्यो नमः सीतारामाभ्यां नमः सर्वेभ्यो महाजनेभ्यो नमः सद्गुरुभ्यो नमः ॐ आलमार्गन्तु देवानां नमनार्गन्तु रक्षसां कुरुकर्ता नमः तत्र देवताह्वाननाशनम् ॐ भोधिपारणरूपेण सर्वेषां हृदिसंस्थिरः अदस्वां स्थापयामि मदज्ञानं पाकुरु
ಈಗ ಆಚಮನ ಮಾಡ್ತೀರಾ. 3 ಸಾರಿ ನೀರನ್ನು ಕುಡಿದು 4ನೇ ಸಾರಿ ಕೈ ತೊಳ್ಕೊಳ್ತೀರಾ. ആചമനം മന്ത്ര ഉച്ചാരണ സമയത്ത് 3 തവണ വെള്ളം കുടിച്ച് 4ാമത്തെ തവണ കൈ കഴുകുക. ഓം ഓം കേശവായ സ്വാഹ. ഓം ഓം നാരായണായ സ്വാഹ. ഓം മാധവായ സ്വാഹ. ഓം ഗോവിന്ദായ നമഃ. വിഷ്ണവേ നമഃ. മധുസൂദനായ നമഃ. ഓം ത്രിവിക്രമായ നമഃ. വാമനായ നമഃ. ശ്രീധരായ നമഃ. ഓം ഋഷികേശായ നമഃ. പത്മനാഭായ നമഃ. ദാമോദരായ നമഃ. ഓം സംകർഷണായ നമഃ. വാസുദേവായ നമഃ. പ്രദ്യുമ്നായ നമഃ. ഓം അനിരുദ്ധായ നമഃ. പുരുഷോത്തമായ നമഃ. മദോക്ഷജായ നമഃ. ഓം നാരസിംഹായ നമഃ. അച്യുതായ നമഃ. ജനാർദ്ദനായ നമഃ. ഓം ഉപേന്ദ്രായ നമഃ. ഹരയേ നമഃ. ശ്രീകൃഷ്ണായ നമഃ. ಓಂ ಶ್ರೀ ಭಗವತೆ ನಮಃ. ಈಗ ಸ್ಥಳ ಶುದ್ಧಿ. ಸ್ವಲ್ಪ ನೀರನ್ನು ಕೈಯಲ್ಲಿ ತಗೊಳ್ತಾ ಮಂತ್ರೋಪಚಾರಣೆ ಸಮಯದಲ್ಲಿ ನಿಮ್ಮ ಸುತ್ತಲೂ ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ಕೊಳ್ತೀರಾ. ಎಲ್ಲ ದುಷ್ಟಶಕ್ತಿಗಳು ಹೋಗ್ಬೇಕಂತ. നിങ്ങളുടെ വലത്തെ കൈയിൽ കുറച്ച് വെള്ളമെടുത്ത് മന്ത്രോച്ചന സമയത്ത് അകത്തും പുറത്തുമുള്ള ദുഷ്ടശക്തി നിങ്ങളെ വിട്ട് നീങ്ങണം. നിങ്ങളുടെ തലയെ ചുറ്റി തളിക്കുക. ഓം ഉദ്ദിശ്യന്തു ഭൂതപിശാചാ യേതേ ഭൂമിപാലകാഃ യേതേഷാം വിരോധേന ബ്രഹ്മകർമ്മ സമാരഭേ. ഓം 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 സ്വഹ ഓം ഓം ജന ഓം തപഃ ഓം സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി യോ യോ ന പ്രചോദയാത്. ഓം ആപോ ജ്യോതിർസമൃതം ಬ್ರಹ್ಮಭೂರ್ಭುವಸ್ಸುವರೋ. ದರ್ಬೆಯಿಂದ ಮಾಡಿರುವಂಥ ಪವಿತ್ರವನ್ನು ಉಂಗುರದ ಬೆರಳಿಗೆ ಧರಿಸ್ಕೊಳ್ತೀರಾ ಮಂತ್ರೋಪಚಾರಣೆ ಸಮಯದಲ್ಲಿ. പവിത്രമെടുത്ത് നിങ്ങളുടെ വലത്തെ കൈ മോതിരവിരലിടുക. ഓം ഹൃദയാസ്മാഹവ്യേ നമസോപസദ്യ മിത്രം ദേവം മിത്രദേയം ലോഅസ്തു അനുരാധാൻ ഹർഷവർദ്ധയത ശതം ജീവേമ ശരദസമീരാഃ പവിത്രം കൃത്വാ നമസ്സദസേ നമസ്സദസ്പതയേ നമസ്സഖേനാ പുരോഗാഢാം ചക്ഷുഷേ നമോ ദിവേ നമഃ പൃഥിവ്യേ ആശേഷേ പരിശുദ്ധവത്പാദമൂലേ മയാ സമർപ്പിതാം ഇമാം സൗവര്യേ യച്ഛി ദക്ഷിണാമേവ സ്വീകൃത്യ ഇദം ഹവനകർമ്മ കർത്തും ಯೋಗ್ಯತಾ ಸಿದ್ಧಿಂ ಅನುಗ್ರಹಾಣ. ಈಗ ಮಹಾಸಂಕಲ್ಪದ ಸಮಯ. ಮಹಿಷಾಸುರ ಮರ್ದಿನಿ ಹೋಮದಲ್ಲಿ ಈ ಹೋಮದಲ್ಲಿ ಭಾಗವಹಿಸುವ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೂಡ ಕರ್ಮ ವಿಮೋಚನೆ ಅನ್ನೋದು ಆಗಬೇಕು. ನಿಮಗೆ ಯಾರಾದರೂ ಶತ್ರುಗಳಿದ್ದರೆ ಅವರಿಂದ ನಿಮಗೆ ಒಂದು ಬಿಡುಗಡೆ ಅನ್ನೋದು ಆಗಬೇಕು. ಮತ್ತು ಕೆಟ್ಟ ಕರ್ಮಗಳಿಂದ, ಪೂರ್ವ ಜನ್ಮದ ಕೆಟ್ಟ ಕರ್ಮಗಳಿಂದ ಏನಾದರೂ ನಿಮಗೆ ತೊಂದರೆ ಆಗ್ತಾ ಇದ್ದರೆ, ಅಂದರೆ 10 ಪ್ರೋಗ್ರಾಮ್ಸಲ್ಲಿ ನಿಮ್ಗೆ ಏನಾದರೂ ತೊಂದರೆ ಆಗ್ತಿದ್ರೆ ಅದರಿಂದ ನಿಮಗೆ ವಿಮೋಚನೆ ಆಗಬೇಕಂತ. ಸೊ ಪಾಪ ನಿವಾರಣೆಗಳು, ನೀವು ಮಾಡಿರೋ ಪಾಪಗಳೆಲ್ಲವೂ ಕೂಡ ನಿವಾರಣೆ ಆಗಬೇಕಂತ ಕೇಳ್ಕೊಳ್ತೀರಾ. ಸರ್ವದೋಷ ನಿವಾರಣೆ ಆಗಬೇಕು. ಅದು ಮಾತ್ರ ಅಲ್ಲ, ನಿಮ್ಮ ಪಿತೃಗಳಿಗಾಗಿ ಪ್ರತ್ಯೇಕವಾಗಿ ಈ ಹೋಮದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀರಾ. ನಿಮ್ಮ ಪಿತೃಗಳೆಲ್ಲರೂ ಶಾಂತಿ ಹೊಂದಬೇಕು. ಅವರಿಂದ ನಿಮಗೇನಾದರೂ ಇಲ್ಲಿ ಕರ್ಮಗಳನ್ನು ಉಂಟಾಗ್ತಿದ್ರೆ ಅದು ಕ್ಲಿಯರ್ ಆಗಬೇಕು ಅಂತ ಹೇಳಿ ಕೇಳ್ಕೊಳ್ತೀರಾ. ಮತ್ತು ವ್ಯಾಪಾರದಲ್ಲಿ ನಿಮ್ಮದೇ ಉತ್ತೀರ್ಣತೆ ಇರಬೇಕು, ಪ್ರಥಮ ಸ್ಥಾನ ಇರಬೇಕು. ಸೊ ಯಾರಿಗಾದರೂ ಪ್ರಥಮ ಸ್ಥಾನದಲ್ಲಿ ನೀವು ಇರಬೇಕು ಅಂತಂದರೆ ಅದಕ್ಕಾಗಿ ಕೇಳ್ಕೊಳ್ತೀರಾ. ಮತ್ತು ಧೈರ್ಯ, ಸಾಹಸ ಮತ್ತು ಎಲ್ಲವೂ ಇದೆಲ್ಲ ಪ್ರಾಪ್ತಿಯಾಗಬೇಕಂತ ಕೇಳ್ಕೊಳ್ತೀರಾ. ಸೊ ಎಲ್ಲರೂ ಸಂಕಲ್ಪ മുദ്രയിൽ കൊടുಕೊಳ್ಳಿ. ഇപ്പോൾ മഹിഷാസുരമർദിനി ദേവി ഹോമത്തിൻ്റെ സങ്കല്പം നിങ്ങളുടെ കൈകൾ അക്ഷതയും എടുത്ത് സങ്കല്പ മുദ്രയിൽ വെച്ചിരിക്കും. തീരാ പ്രശ്നം नवरत्नखचितहेमसिंहासनं समर्पयामि. ध्यायामि ध्यानं समर्पयामि. ॐ गणानाद्वारगणपतिं हवामहे कविं कवीनामुपमश्रवसनं ज्येष्ठराजब्रह्मणाब्रह्मस्वान् शृण्वन्योतिविसेनसादनं. श्रीमागणाधिपतये नमः. आदियोः पाद्यं समर्पयामि. हस्तयोः अर्घ्यं समर्पयामि. शुद्धाचमनीयं समर्पयामि. शुद्धोदकस्नानं समर्पयामि. वस्त्रयुग्मं समर्पयामि. यज्ञोपवीतं समर्पयामि. श्रीदिव्यचन्दनं समर्पयामि. गन्धस्योपरि हरिद्रां कुङ्कुमं च समर्पयामि. अलङ्करणादानक्षतां समर्पयामि. पुष्पैः पूजयामि. ॐ सुमुखाय नमो, एकदन्ताय नमो, कपिलाय नमः. ॐ गजकर्णकाय नमो, लम्बोदराय नमो, विकटाय नमः. ॐ विघ्नराजाय नमो, गणाधिपाय नमो, धूमकेतवे नमः.
ಓಂ ಗಣಾಧ್ಯಕ್ಷಾಯ ನಮೋ ಕಾಲಚಂದ್ರಾಯ ನಮೋ ಗಜಾನನಾಯ ನಮಃ ಓಂ ವಕ್ರತುಂಡಾಯ ನಮೋ ಶೂರ್ಪಕರ್ಣಾಯ ನಮೋ ಹೇರಂಬಾಯ ನಮಃ ಓಂ ಸ್ಕಂದಪೂರ್ವಜಾಯ ನಮಃ ಓಂ ಶ್ರೀ ಸಿದ್ಧಿವಿನಾಯಕಾಯ ನಮಃ ಓಂ ಶ್ರೀಮಾಗಣಾಧಿಪತಯೇ ನಮಃ ಷೋಡಶನಾಮ ಪೂಜಾಂ ಸಮರ್ಪಯಾಮಿ ಸುಗಂಧಯುಕ್ತಧೂಪಮಾಘ್ರಾಪಯಾಮಿ ಆಚೇತದೀಪಂ ದರ್ಶಯಾಮಿ ಶ್ರೀಮಾಗಣಾಧಿಪತಯೇ ನಮಃ ಅಮೃತೋ ಮಹಾನೈವೇದ್ಯಂ ನಿವೇದಯಾಮಿ ಓಂ ಭೂರ್ಭುವಸ್ವತಃ ಸವಿತುರ್ವರೆಣ್ಯಂ ಭರ್ಗೋ ದೇವಸ್ಯ ಧೀಮಹಿ ಧಿಯೋ ಯೋ ನ ಪ್ರಚೋದಯಾತ್ ಸತ್ಯಂ ತ್ವತ್ತೇನ ಪರಿಶಿಂಚಾಮಿ ಅಮೃತಮಸ್ತು ಅಮೃತೋಪಸ್ತರಣಮಸಿ ಓಂ ಪ್ರಾಣಾಯ ಸ್ವಾಹಾ ಓಂ ಅಪಾನಾಯ ಸ್ವಾಹಾ ಓಂ ವ್ಯಾನಾಯ ಸ್ವಾಹಾ ಓಂ ಉದಾನಾಯ ಸ್ವಾಹಾ ಓಂ ಸಮಾನಾಯ ಸ್ವಾಹಾ ಓಂ ಬ್ರಹ್ಮಣ್ಯೇ ಸ್ವಾಹಾ मध्ये मध्ये पानीयं समर्पयामि हस्तौ प्रक्षालयामि पादौ प्रक्षालयामि शीताचमनीयं समर्पयामि अमृतो महानैवेद्यं निवेदयामि ताम्बूलं समर्पयामि वेदोक्त सुवर्णकर्पूर नीराजनं संदर्शयामि ಈಗ ಆರತಿಯಲ್ಲಿ ಭಾಗವಹಿಸೋಣ. ಎಲ್ಲರೂ ನಿಮ್ಮ ಕೈಗಳನ್ನು ಶಿರಸ್ಸಿನ ಮೇಲೆ ಇಟ್ಕೊಂಡು ಓಂ ಓಂ ಏಕದಂತಾಯ ವಿದ್ಮಹೇ ವಕ್ರತುಂಡಾಯ ಧೀಮಹಿ ತನ್ನೋ ದಂತೆ ಪ್ರಚೋದಯಾತ್ ಏಕದಂತಾಯ ವಿದ್ಮಹೇ ವಕ್ರತುಂಡಾಯ ಧೀಮಹಿ ತನ್ನೋ ದಂತೆ ಪ್ರಚೋದಯಾತ್ ಏಕದಂತಾಯ ವಿದ್ಮಹೇ ವಕ್ರತುಂಡಾಯ ಧೀಮಹಿ ತನ್ನೋ ದಂತೆ ಪ್ರಚೋದಯಾತ್ ತನ್ನೋ ದಂತೆ ಪ್ರಚೋದಯಾತ್ ತನ್ನೋ ದಂತೆ ಪ್ರಚೋದಯಾತ್ ಓಂ ಶ್ರೀಮಾಗಣಾಧಿಪತಯೇ ನಮಃ ನಮಸ್ಕಾರಾನ್ ಸಮರ್ಪಯಾಮಿ ಪ್ರಸಾದಂ ಶಿರಸಾ ಗೃಹಾಮಿ. ಈಗ ನಾವು ಕಳಶ ಪೂಜೆಯನ್ನು ಮಾಡ್ತಿರ್ತೀವಿ. ಈ ಸಮಯದಲ್ಲಿ ಶ್ರೀ ಪರಂಜ್ಯೋತಿಯನ್ನ, ಶ್ರೀ ಮಹಿಷಾಸುರ ಮರ್ದಿನಿ ದೇವಿಯನ್ನ ಮತ್ತು നവഗ്രഹ ದೇವತೆಗಳನ್ನ കുറച്ച് അക്ഷതയും അതിൽ കുറച്ച് വെള്ളം വെച്ച് ആദ്യത്തെ ഹോമകുണ്ടത്തിന്റെ നടുക്ക് വിതരുക. ये श्री देव प्रतिशोनु सर्वा पूर्वो जातस्य गर्भे अतः सरिजायमान सजनिष्यमान प्रत्येकमुखाः तिष्ठति विश्वतोमुखः. ಈಗ ನಾವು ಸ್ಟೇಜ್ ಹತ್ರ ಯಾವ ക്രിയಯನ್ನು ಮಾಡ್ತಾ ഇರ್ತೀവോ ಅದನ್ನು ನೋಡಿ ನೀವು ಮಾಡಿ. ഇപ്പോൾ അഗ്നിയെ നോക്കി ഞങ്ങൾ എന്ത് ചെയ്യുന്നതോ അതേ ക്രിയ നിങ്ങളും ചെയ്യുക. ये हि अग्ने त्रामुखाग्ने ममाभिमुखो भव सुमुखो भव सुप्रसन्नो भव वरदो भव यतो प्रतिमया हविर्गृहाणा. ಈಗ ಸ್ವಲ್ಪ ನೀರು ಮತ್ತು ಅಕ್ಷತೆಯನ್ನು ತಗೊಂಡು 4 ಸೈಡಲ್ಲಿ ಪ್ರೋಕ್ಷಣೆ ಮಾಡಿ. ഇപ്പോൾ കുറച്ച് അക്ഷതയിട്ട് ഹോമകുണ്ടത്തിന്റെ 4 സൈഡും വിതരുക. ഓം ഭൂർഭുവസ്സുവഃ തസ്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാತ್. ಈಗ ನೀರನ್ನು ತಗೊಂಡು 4 സൈഡಲ್ಲಿ ಪ್ರೋಕ್ಷಣೆ ಮಾಡ್ತೀರಾ. ഇപ്പോൾ വെള്ളം എടുത്ത് ഹോമകുണ്ടത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ 4 സൈഡും വെള്ളം തെളിക്കുക. സോദകേന പാണിനാ പ്രദക്ഷിണമഗ്നി പരിസമോഹ്യ 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 പരിസമോഹ്യ. ಈಗ ಅಗ್ನಿ ಅಲಂಕಾರ ಪರಿಕಲ್ಪಯಾಮಿ ತ್ವಂ ಅಮೃತತತ್ವಾತ್ಮಿಕಾಯೈ ಶ್ರೀ ಮಹಿಷಾಸುರಮರ್ದಿನಿ ದೇವ್ಯೈ ಅಮೃತ ನೈವೇದ್ಯಂ ಪರಿಕಲ್ಪಯಾಮಿ ಸರ್ವಂ ತತ್ವಾತ್ಮಿಕಾಯೈ ಶ್ರೀ ಮಹಿಷಾಸುರಮರ್ದಿನಿ ದೇವ್ಯೈ ಸರ್ವೋಪಚಾರಾನ್ ಪರಿಕಲ್ಪಯಾಮಿ. ಓಂ ಐಂ ಹ್ರೀಂ ಕ್ಲೀಂ ಚಾಮುಂಡಾಯ ವಿಚ್ಚೆ ಸ್ವಾಹಾ ಸ್ವಾಹಾ. 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 ಇದಮಗ್ನಿಮಿದಂ ಶ್ರೀ ಮಹಾಕಾಳಿ ಮಹಾಲಕ್ಷ್ಮೀ ಮಹಾಸರಸ್ವತ್ಯೈ ಹಿರಣ್ಯನಮಃ. ಜೈ ಬೋಲೋ ಅನುಗ್ರಹಪ್ರದಾತ ಶ್ರೀ ಅಮ್ಮ ಭಗವಾನ್ ಕಿ. ಈಗ ಪ್ರಾರ್ಥನೆ ಸಮಯ. ಈಗ ನಾವು ದುರ್ಧರಂ ದುರ್ಮುಖಂ ಚಾಮಂ ಶರಣ್ಯೇಯಮಕ್ಷಯಂ ಸ್ವಾಹಾ.
एवं संशयमाने तु स्वसैन्ये महिषासुरः माहिषेण स्वरूपेण त्रासयामास ताञ्जना काशीकुण्डलप्रहारेण पुनक्षेपैस्तरापरा लाङ्गूलदाडितां शान्यां शृङ्गाभ्यां च विहारिता वेगेन काञ्चितपरान्नादेन प्रणवेन च विश्वासभवनेनान्यान् पातयामास भूतले निपात्याटकानीकामभ्यदावतसोऽसुरः सिंहं हन्तुं महादेव्या कोपं शक्रे ददो मृगा सोऽपि कोपान् महावीरः पुरच्छिन्नमहीनलः शृङ्गाभ्यां पर्वतानुश्चां चिक्षेप चरणान् च वेगप्राणविक्षिप्रा महीतस्य विशेषता लाङ्गूलेन हतश्चापि प्लावयामास सर्वतः कृतशृङ्गविभिन्नाश्च खण्डं खण्डं ययुद्धनाः स्वासानिलास्ता शतशो निपेतुर्नभसोचलाः इति क्रोधसमापाता वापतन्तं महासुरं दुश्वासा चण्डिका कोपं तदनगायतमाकरोत् साक्षित्वादस्य वेपाशं तं प्रबन्धमहासुरं तद्व्याजमानिशं रूपं सोऽपि बद्धो महामृते ततस्सिंहो भवत्सद्यो यावत् तस्याम्बिकाशिरः चिरञ्जीतावपुरुषः खड्गपाणिरदृश्यत तत एवाशु पुरुषं देवी चिच्चेदसायुधैः तं खड्गशर्मणा साकं तरस्सोभं महागजः हरेण च महासिंहं तं च कर्षकगर्ज च कर्षकस्तु करं देवी खड्गेन निरकृतः ततो महासुरो भूयो माहिषं बपुरास्थितः तथैव क्षोभयामास त्रैलोक्यं सचराचरं ततः क्रुद्धा जगन्माता चण्डिका बाणमुत्तमं पपौ पुनः पुनश्चैव जहासार्मलोचना नरकचातुरस्तोऽपि बल കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് സന്താനമായാലും വിവാഹമായാലും എല്ലാ കാര്യവും ഇത്രയും ദിവസം നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ സമ്പൂർണ്ണ വിജയം കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കി നമുക്ക് സാധ്യമാക്കി തരുന്ന ഹോമമാണ് ഈ ഹോമം. സോ എല്ലാവരും എല്ലാം നടന്നു കിട്ടി വളരെ പീസ്ഫുള്ളായിട്ട് സന്തോഷമായിട്ട് ॐ ऋषिरुवाच
ಹೋಮದ ವಿಜಯಕ್ಕಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ജയാദി ಹೋಮ. ഹോമത്തിന്റെ വിജയത്തിന് വേണ്ടി ജയാദി ഹോമം ചെയ്യാം.